ഞാൻ എലിസബത്താണ്. ഞാൻ ആക്ച്വലി ഈ വീഡിയോ വോയിസ് ആയിട്ട് തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചു. കാരണം കുറേ കൺഫ്യൂഷനുകൾ എനിക്ക് ഒരു കസ്തൂരി എസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഫൈലായിട്ട് തോന്നി. കാരണം 2 പ്രൊഫൈലുണ്ട്. ഒന്ന് ജോയിന്റ് 4 months ago, അടുത്ത സ്ക്രീൻഷോട്ട് ഇടാം. അതിൽ ജോയിന്റ് 9 years ago എന്ന് പറഞ്ഞിട്ടാണ് 2 കസ്തൂരി എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫേക്കാണോ ഒറിജിനലാണോ എന്നറിയില്ല അവരുടെ അക്കൗണ്ട് കണ്ടത്. ഒരേ ചാനലിൽ ഒരേ വീഡിയോന്റെ ഇടയിൽ അവർ ഒരാളിനെ സപ്പോർട്ട് ചെയ്തിട്ടും 2 പെണ്ണുങ്ങളെ അതുപോലെ ഒരു കുട്ടീനെ മോശമായിട്ട് സംസാരിച്ചിട്ട് കുറേ കമന്റുകൾ ഇട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ മുമ്പ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത കമന്റ് പുള്ളിക്കാരി ഡിലീറ്റ് ചെയ്തോ അതോ ഹൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മോഡിഫിക്കേഷൻ ആയിട്ട് വേറെ കമന്റ് പുള്ളിക്കാരി അതിനെ പേരിട്ടിട്ടുണ്ട്. അതൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോണം. ഫസ്റ്റ് തന്നെ പറഞ്ഞത് ലീഗലി മാരീഡ് അല്ലെന്നാണ് പറഞ്ഞത്. ഓക്കെ, അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഴയ കുറച്ച് റൈറ്റിംഗ്സ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അത് ഞാൻ വീണ്ടും പറയുന്നില്ല. അതുപോലെ തന്നെ പല യൂട്യൂബ് വീഡിയോകളും വന്നിട്ടുണ്ട്. അതിന്റെ വീഡിയോകളും അതുപോലെ തന്നെ റിസപ്ഷൻ നടത്തിയ വീഡിയോകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. പിന്നെ അത് കഴിഞ്ഞിട്ടേക്ക് മെയിനായിട്ട് തോന്നിയത് കേരള ഇസ് ദ വേഴ്സ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഫോർ സെക്ഷൽ അഫയേഴ്സ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ കേരളത്തിന് തന്നെ കുറ്റം പറഞ്ഞിട്ടാണ് അവർ തുടങ്ങുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഇവരുടെ എന്ന് പറഞ്ഞാൽ ആരും എന്തോ കമന്റ് ഇട്ടുണ്ട്. അതിന് റിപ്ലൈ ആണ് ഐ ഹാവ് പോലീസ് റൈറ്റ് നെക്സ്റ്റ് ടു മീ നോട്ട് ബിഹൈൻഡ് മീ. സെറ്റ്, കറക്റ്റാണ്. ഇത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. പോലീസ് മാത്രമല്ല ഗുണ്ടകളും കൂടിയില്ലേ, എന്നിട്ടല്ല നിങ്ങളതൊക്കെ ഉണ്ട്. ഈവൻ ലോയർ കൂടി കൂടിയില്ല, എന്നിട്ടാണ് നിങ്ങൾ കമന്റ് ചെയ്യുന്നത്. ആക്ച്വലി നിങ്ങളുടെ കേരളത്തോടുള്ള ദേഷ്യവും അതുപോലെ തന്നെ ഇംഗ്ലീഷും തമിഴും അതുപോലെ തന്നെ നിങ്ങളുടെ ബാക്കി കൺസൾട്ടൻസ് ശ്രദ്ധിച്ച് നിങ്ങൾ ആരാണ് എനിക്ക് മനസ്സിലായി. എൻ്റെ ലൈഫിൽ ഇനിയും എൻ്റെ വീട്ടുകാരും ബുദ്ധിമുട്ടിച്ചതിൽ ഒരു 50% പങ്ക് നിങ്ങൾക്കുണ്ട്. അപ്പോൾ ആരാണ് മനസ്സിലായി. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലീസ് റൈറ്റ് നെക്സ്റ്റ് ടു മീ എന്ന് പറഞ്ഞതും എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ അനുഭവിച്ച ആളാണ്. നിങ്ങൾ അങ്ങനെ തന്നെയാണ് ഈ കമന്റ് ഇടുന്നത് മനസ്സിലായി. എല്ലാവരുടെയും അറിവോട് കൂടിയാണ് ഇടുന്നത് എന്ന് അറിയാം. ഓക്കെ, അപ്പോൾ അത് കൂടുതൽ എക്സ്പ്ലനേഷൻ ഉണ്ടാവും. ഓക്കെ, ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുന്നത് പേടിപ്പിക്കാൻ അതൊക്കെ പറയണ്ടേ. ഓക്കെ, രണ്ട്. ഓക്കെ, പിന്നെ അടുത്ത ബോംബ് പൊട്ടിച്ചിട്ടുണ്ട്. ഞാൻ ബാക്കി കാര്യങ്ങളിലൊന്നും ഇടപെടില്ല. എന്നെ പറ്റി പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇടപെടുന്നത്. എലിസബത്ത് ഫെൽ ഇൻ ലവ് വിത്ത് ഹിം വെൻ ഹി വാസ് അറ്റ് ഹോസ്പിറ്റൽ. ഞാൻ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് എനിക്ക് ആക്ച്വലി ഇങ്ങനത്തെ ഒരു അസുഖം ഉണ്ടെന്ന് തന്നെ എന്നോട് പറഞ്ഞിട്ടില്ല. ആക്ച്വലി മറച്ചു വെച്ചിട്ടാണ് എന്നെ കല്യാണം കഴിച്ചത്. എൻ്റെ ലൈഫിൽ നടന്ന എല്ലാ LKG തൊട്ടിട്ട് 8 ദിവസം മുമ്പ് നടന്ന കാര്യം വരെ പറഞ്ഞിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത്. പക്ഷേ ഇതിന് പറയുന്നു ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ലവ് ചെയ്തെത്തുക. ഞാൻ ആ സമയത്ത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ട് പോയില്ല. ഞാൻ MBBS കഴിഞ്ഞിട്ട് ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിന് പഠിക്കായിരുന്നു. ഞാൻ എവിടെയും വർക്കിങ്ങിന് കയറിയിട്ടില്ല. അപ്പോൾ ഞാൻ എങ്ങനെ ഹോസ്പിറ്റലിൽ കാണുന്നത്? അത് വലിയ പ്രശ്നമാണ്. ഞാൻ ആക്ച്വലി FB കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് പണ്ട് കുറേ ആൾക്കാർ FB കണ്ട ആളെ പ്രേമിച്ചു എന്നൊക്കെ പറഞ്ഞാൽ കുറേ പേര് വിളിച്ചായിരുന്നു. ഇപ്പം ഇങ്ങനെ ഓക്കെ, ഈ സ്ക്രീൻഷോട്ടിലും നമ്മുടെ കാര്യത്തിലേക്ക് തന്നെ വരുന്നു. എലിസബത്ത് ഇസ് പുട്ടിംഗ് വീഡിയോസ് വിത്ത് ന്യൂ ബോയ് ഫ്രണ്ട് പബ്ലിക്കലി. ഞാൻ അറിഞ്ഞായിരുന്നില്ല. ആരാണ് അതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. ഞാനിവിടെ ഒറ്റയ്ക്കായിട്ട് ഭയങ്കര ഡിപ്രഷനിലാണ്. എനിക്ക് ആക്ച്വലി തമാശകളൊക്കെ കണ്ടിട്ട് തോന്നാം. പക്ഷെ എന്തായാലും പറയണമായിരുന്നു. ഞാൻ ആക്ച്വലി അഹമ്മദാബാദ് വരുമ്പോൾ എൻ്റെ കൊലീഗിനോടും പറഞ്ഞിരുന്നു എൻ്റെ ഇപ്പോൾ എന്നിട്ട് ഫോട്ടോ എടുക്കുന്നു. കാരണം ആൾക്കാരൊക്കെ നമ്മൾ കല്യാണം കഴിച്ചു. അതുപോലെ തന്നെ എന്താണ് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് വരുന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരോടും ഇപ്പം അങ്ങനെ പറയാറ്. അതുപോലെ തന്നെ ഞാൻ കാരണം ആരൊക്കെയോ മരിക്കുന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ നമ്മുടെ ഹോസ്പിറ്റലിലുള്ള ആൾക്കാരൊന്നും കണ്ടിട്ടില്ലേ? ഓക്കെ, വലിയ ആൾക്കാരൊന്നും ഉണ്ടില്ലെന്ന് നന്നായിട്ട് അറിയാം. പക്ഷെ ചെറിയ കുറച്ച് സ്ത്രീകളൊക്കെ ഇല്ലേ, ഞാൻ എൻ്റെ കാര്യങ്ങൾ കണ്ട സ്ത്രീകൾ, ഓരോരുത്തരുടെ അവസ്ഥ കണ്ട ഇങ്ങയുടെ അവസ്ഥ കണ്ട സ്ത്രീകൾ ആർക്കും ഒരു ഇതൊക്കെ കണ്ടിട്ട് ഒന്നും മിണ്ടാൻ തോന്നുന്നില്ല. ഓക്കെ, ഞാൻ ഈ വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു 4-5 മാസം നിങ്ങളുടെ തീട്ടും മൂത്രമൊക്കെ കോരിയിട്ടില്ലേ? അങ്ങനെ തന്നെ പറയണേ. ഇനി അതൊക്കെ അൺപാർലമെന്ററി വേർഡാന്നൊക്കെ പറഞ്ഞിട്ട് ക്യാൻസൽ ആക്കുമെന്നൊക്കെ അറിയില്ല. ബട്ട് നടത്തിയ കാര്യമാണല്ലോ. എത്ര കാലം ഉറങ്ങാണ്ടിരുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇതൊക്കെ പറയാൻ നാവ് പോകുന്നുണ്ടല്ലോ. നല്ല നന്ദികേട് ഭയങ്കര നല്ലതാണ്. പിന്നെ ഗോഡ്സ് ഗ്രേസ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം. ഈവിൾ വുമൻ. നിങ്ങളുടെ ഒപ്പം ഇന്നത്തെ ഈ കമന്റ് ഒക്കെ എനിക്ക് നന്നായിട്ട് ഇനിയും കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. അതിലും എൻ്റെ കാര്യം എലിസബത്ത് സോമൻ ഓപ്പൺലി പുട്ടിംഗ് വീഡിയോസ് വിത്ത് ഹർ ന്യൂ ബോയ് ഫ്രണ്ട്. പിന്നെ കുറേ ആൾക്കാരുടെ ലൈഫ് നശിച്ചു. ഓ മൈ ഗോഡ്, ആരാ ആ ബോയ് ഫ്രണ്ട് എന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് ഞാൻ കുറേ ഫോട്ടോ ഇട്ടുണ്ട്. അതൊന്നും ആരാ എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയില്ല. കസ്തൂരി എന്ന വേറെ പേരുള്ള ആ ഒരു ആള്, ന്യൂസായിട്ട് ഭയങ്കര ബന്ധപ്പെട്ട ആള്, ഭയങ്കര അടുപ്പുള്ള ആള്. കാരണം എല്ലാവരും കളിക്കണത് പേര് പറയാണ്ട് എന്ത് കുറ്റം പറഞ്ഞാലും കേസ് എടുക്കില്ല എന്നല്ലേ. അതുകൊണ്ടാണ് വരാത്തത്. പക്ഷെ ഇതിൽ പല സമയത്തും കേസ് എനിക്ക് വരാൻ ചാൻസ് ഉണ്ട്. ആയിക്കോട്ടെ, ഐ വിൽ സന്തോഷത്തോടെ ആ കേസ് ഞാൻ സ്വീകരിക്കും. കാരണം ഒരാളുടെ വീട്ടിലൊക്കെ തോക്കെടുത്ത് പോയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് പോലും കേസില്ലാത്ത സ്ഥലക്കാണ് ഇവിടെ. അതിനെ വേണമെങ്കിൽ ഞാൻ പ്രതിയെന്ന് പറയാം, അല്ലെങ്കിൽ സാക്ഷിയാന്ന് പറയാം. കാരണം ഞാൻ ആ വണ്ടിയിലുണ്ടായിരുന്നു. സോ എന്ത് വേണമെങ്കിലും പറയാം എന്നുള്ള ഒരിതാണ്. അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ വീട്ടിലേക്ക് ഏതെങ്കിലും ആള് തോക്കെടുത്ത് കയറിയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് ഓക്കെ എന്ത് തന്നെ പറഞ്ഞാലും ഭീഷണിപ്പെടുത്തി ചെയ്തിട്ടുണ്ടെന്ന് അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ മെന്റാലിറ്റി ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് പറയുന്നില്ല. പക്ഷെ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന മെന്റാലിറ്റി ഉണ്ടാകുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ചാൻസ് ഇല്ല. അപ്പോൾ ലൈഫ് ഫ്രീ കിട്ടാൻ പോയ എന്നെ പോയിട്ട് പിടിച്ചിട്ട് ഒരു കേസിൽ പ്രതിയാക്കാൻ ശ്രമിച്ചത് ശരിയായില്ല. പിന്നീട്ട് ഒരു ഭാര്യയുടെ ധർമ്മം നീ ചെയ്യുന്നുണ്ടോ? എന്തിനാണ് ഭർത്താവിനെ ഒരു ഒറ്റയ്ക്ക് ആ ഫ്ലാറ്റിലേക്ക് വിടണേന്ന് പറഞ്ഞിട്ട് എന്നെ കൺസേൺ ആ കേസ് നടന്ന ഫ്ലാറ്റിലേക്ക് ഇനിയും കൂടി കെട്ടിക്കൊണ്ടുപോകാൻ പോയതാ. പക്ഷെ ഞാൻ കയറിയില്ല. കയറാത്ത കാരണം എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ നിന്ന് താഴെ ആ ആളിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് എന്നെ കാണിച്ച് ചേച്ചിക്കൊരു ഹായ് പറയൂ.
എൻ്റെ കൈയും കാലും പറിച്ചിട്ട് അപ്പം എന്തുണ്ടായെന്ന് എനിക്ക് പോലും അറിയില്ല. ഓക്കെ, അത് പോട്ടെ. അത് സോ ഒരാളിനെ തോക്കെടുത്ത് ഭീഷണിപ്പെടുത്തിയ ഇത് കേസിലടക്കം ആൾക്കാർക്കൊന്നും മിണ്ടാല്ല. അതിൽ ആൾക്കാർ ഈ ഭീഷണിപ്പെടുത്തിയ ആളിനെ സപ്പോർട്ട് ചെയ്യണം. സോ എല്ലാവരുടെയും വീട്ടിൽ ഇപ്പം ആൾക്കാർ ഈ വയലൻസ് ഒക്കെ ചെയ്യണതിൽ തെറ്റു പറയാൻ പറ്റില്ല. ആൾക്കാർ അതാണ് സപ്പോർട്ട് ചെയ്യണം. ഇപ്പം നാളെ എൻ്റെ വീട്ടിൽ വന്നിട്ട് ആരെങ്കിലും കുത്തിക്കൊന്നാലും ആരെങ്കിലും പറയും, ഒന്നും പറയില്ല. അവള് വീഡിയോ ഇട്ടിട്ട് അവള് ഇതെല്ലാം പറയുള്ളൂ. ഓക്കെ, ഇതൊക്കെ പല സ്ഥലത്തും പല ആൾക്കാരുടെ വീട്ടിലും നടക്കും, അത്രേ ഉള്ളൂ. പിന്നെ അടുത്തത് ഓൾ ഐ റോട്ട് ടു വെരിഫൈഡ് ഫാക്ട്സ്. ഓക്കെ, അത് എനിക്ക് അതൊക്കെ വായിക്കുമ്പോൾ അത്യാവശ്യം നല്ല വിഷമം തോന്നുന്നുണ്ട്. ഇതിന്റെ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടതാണ്. പക്ഷെ കുട്ടീനെ പറ്റിയിട്ടൊക്കെ ഇത്ര മോശമായിട്ടൊക്കെ പറയാൻ പറ്റില്ല എന്നുള്ളത്, നിങ്ങൾ സ്ത്രീയാണെനിക്ക് അറിയാം, നിങ്ങൾക്കൊരു ഭർത്താവും കുട്ടീൻ്റെ അറിയാം. പക്ഷെ സ്റ്റിൽ അതിത്തിരി മോശമാണ്. പിന്നെ എന്തുമാത്രം കേരള വിരുദ്ധതേ ഉള്ളൂ ഇതിലൊക്കെ. കേരളത്തെ സ്ത്രീകളൊക്കെ ഇത്ര മോശമാണ്. ഓക്കെ, ആണുങ്ങളുടെ ഇപ്പോൾ ചോദിച്ചപ്പോൾ ചിലപ്പോൾ അങ്ങനെ പറയായിരിക്കും. സോ ഈ വീഡിയോ നിങ്ങൾ കണ്ടപ്പോഴത്തേന് ഏകദേശം മനസ്സിലായി കാണും എലിസബത്ത് എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി എന്തുമാത്രം അനുഭവിക്കുന്നുള്ള ഒരു കാര്യം. ഈ ഒരു വീഡിയോയിൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തും സംസാരിക്കുന്നുണ്ട്. ഇവർക്കെതിരെ കുറേ നേരമായിട്ടൊരു വ്യക്തി ഒരു ഫേക്ക് അക്കൗണ്ടാണെന്ന് തോന്നുന്നു, അതിൽ നിന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ആ ഒരു കമൻറ്റിന് റിപ്ലൈ കൊടുക്കുവാണ്. ആ ഒരു കമൻ്റ് എന്ന് പറയുമ്പോൾ നേരിൽ കണ്ട രീതിയിലെല്ലാം തന്നെ ഭയങ്കരമായിട്ട് പറയുവാണ്, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് കമൻ്റ് ഇടുമ്പോഴത്തേന് അതിന് എലിസബത്ത് റിപ്ലൈ കൊടുക്കുവാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിസബത്ത് പറയുന്നത് ഒരു PR ടീം പോലെയാണ്. ഇത് ബാല വെച്ചേക്കുന്ന ഒരു ആളാണ്, അതേ കണക്കാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ബാല തന്നെ ആണെന്നുള്ള രീതിയിലാണ് അതിന് റിപ്ലൈ കൊടുക്കുന്നത്. സോ അവരുടെ ഭാഗത്ത് ശരിയുണ്ടെന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ അവർ പിന്നെയും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത് അതൊരു കംപ്ലൈൻ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് ഇത്രയും കൂടി ബെറ്ററാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെത്ര കംപ്ലൈൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ബാല ഈ എലിസബത്തിനോട് ചെയ്തിട്ടുള്ളതിനെല്ലാം ശിക്ഷ കിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ള ഈ ഒരു സംസാരത്തിലെല്ലാം അവർ ഭയങ്കര മെൻ്റലി അല്ലെങ്കിൽ തളർന്നിരിക്കുകയാണ്, ഡിപ്രഷനിലൊക്കെ ആണെന്നാണ് പറഞ്ഞിരുന്നത്. അതിൻ്റെ കൂടെ ഇങ്ങനെ ഓരോരുത്തർ കമൻ്റ് ഇടുമ്പോഴത്തേനും അവർക്കെതിരെ കമൻ്റ് ഇടുമ്പോഴത്തേനും അത് ഭയങ്കരമായിട്ട് അവരെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പം തന്നെ അവർ റിപ്ലൈ കൊടുക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നില്ല അത്ര നല്ല രീതിയിലാണ് ഒരു മെൻ്റൽ സ്റ്റേറ്റ് ഉള്ളതെന്നുള്ളൊരു കാര്യം. കാരണം ഭയങ്കര ഡിപ്രഷനിലാണെന്നാണ് ഈ ഒരു സംസാരത്തിൽ നിന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. എന്താ പറയുന്നത്, ഒരു ബ്രേക്കിംഗ് പോയിൻ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ എനിക്ക് തോന്നിയിട്ടുള്ളത് അവരെ അറിയാത്തവർ ചുമ്മാ ഇങ്ങനെ വേണ്ടാത്ത രീതിയിലൊക്കെ കമൻ്റ് ഇടുന്നത് അത്ര ശരിയായിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല.